ഹലോ വെൽക്കം ടു എജുപോഡ്. നമ്മൾ കുറച്ച് ഷുവർ ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ ദെൻ അക്കോർഡിംഗ് ടു മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ റൈസസ് ഇൻ, ജനസംഖ്യ വർധവിനെ കുറിച്ചുള്ള മാൽത്തൂസിയൻ്റെ സിദ്ധാന്തം ജനസംഖ്യ വർദ്ധിക്കുന്ന ഡാഷിലാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡാഷ് എന്താണെന്ന് അറിയണ്ടേ? എന്താവും ആൻസർ പോലെ പറഞ്ഞേ? നമ്മുടെ ഈ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, മാൽത്തൂസിയൻ തിയറിയിൽ പറയുന്നുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഈ ഒരു പ്രോഗ്രഷനിലാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഏത് പ്രോഗ്രഷനാണ്? അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണോ, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ, അതോ ഹോമോജീനിയസ് പ്രോഗ്രഷൻ ആണോ? ആൻഡ് ദ ലാസ്റ്റ് വൺ നോൺ ഓഫ് ദിസ് ഇതൊന്നുമല്ലേ? ഏതാണ് ആൻസർ? പറ. സമാന്തര ശ്രേണിയാണോ, അതോ ജാമിതീയ ശ്രേണിയാണോ, ഏകദാനമായ ശ്രേണിയാണ്? ഇവയൊന്നുമല്ല. ഏതാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷനിലെ അദ്ദേഹം പറയുന്നത് പ്രൊപ്പഗേഷൻ ഏതാണ്? യെസ്, ഏതാണ്? ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണല്ലേ. നമ്മൾ ഏതാണ്? ജാമിതീയ ശ്രേണിയിലാണ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്നാണ് മാൽത്തൂസിയൻ തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ദെൻ ഹു എമംഗ് ദി ഫോളോവിങ് ഈസ് നോൺ ആസ് ദ ചീഫ് ആർക്കിടെക്ട് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വളരെ സിമ്പിൾ ആണ് അല്ലേ? ഗാന്ധിജി, അംബേദ്കർ, പട്ടേൽ, എം.എൻ. ശ്രീനിവാസൻ. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത്? ഗാന്ധിജിയാണോ, അംബേദ്കർ ആണോ, പട്ടേലാണോ, എം.എൻ. ശ്രീനിവാസനാണോ? ആരാണ്? യെസ്, ആരാണ്? അംബേദ്കർ ആണല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ബുക്ക് റിട്ടേൺ ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ചെയ്ത പേരറിയാലോ? അറിയാത്തവരുണ്ടോ? ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒന്നാമത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ ആര്? വളരെ പ്രധാനമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? യെസ്, കാക്ക കലേൽക്കർ കമ്മീഷൻ ആണല്ലേ. യെസ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഗവൺമെൻറ് അബോളിഷ്ഡ് അൺടച്ചബിലിറ്റി ആസ് പെർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. ഭരണഘടനയിലെ ഡാഷ്, ഇവിടെ ഒരു വിട്ട ഭാഗമുണ്ട്, അനുച്ഛേദം അനുസരിച്ച് ഗവൺമെൻറ് ആ സ്പർശം നിർത്തലാക്കി. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 70. സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ഷൻ ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്? മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആർട്ടിക്കിൾ? ഏതാണെന്ന് പറഞ്ഞേ? ആർട്ടിക്കിൾ 29 and 30, ആർട്ടിക്കിൾ 30 to 31, ആർട്ടിക്കിൾ 37 and 28, ആർട്ടിക്കിൾ 25 and 26. ഈ ആർട്ടിക്കിളിൽ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഒന്ന് കറക്റ്റ് ചെയ്തേ. ഏതാണ്? ആർട്ടിക്കിൾ 29 and 13 ആണ് മൈനോറിറ്റികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ അഗ്രസീവ് ജോണിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി ഈസ് ഡാഷ്. ഏതാണ്? മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുക വർഗീയത ഡാഷ്. ഏതാണെന്ന് പറഞ്ഞേ? ഓപ്ഷൻസ് റീജിയണലിസം, ഓപ്ഷൻ ബി സെക്യുലറിസം, ഓപ്ഷൻ സി കമ്മ്യൂണലിസം, ഓപ്ഷൻ ഡി ലിംഗിസം. ഏതാണ്? മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായ ഏതാണ് വരുന്നത്? യെസ്, ഏതാണ്? നമ്മുടെ കമ്മ്യൂണലിസം ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വർഗീയതയാണ് അല്ലേ? അപ്പോൾ ഓക്കെ ബൈ.